Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണായ സാംസങ് ഗാലക്സി S21 അൾട്രയും അതേപോലെ അതിന്റെ കൂടെ വന്നിട്ടുള്ള S21 പ്ലസ് S21 തുടങ്ങിയ മോഡലുകളെയും കുറിച്ചാണ്. സാംസങ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണുകളുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫീച്ചർ റിച്ച് ആയ ഫോൺ ഇറക്കുന്ന കാര്യത്തിൽ അവർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് എപ്പോഴും. കാരണം അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് നോക്കിയാൽ പോലും അവരെ വെല്ലാൻ വേറൊരു ടീം തൽക്കാലം ഇല്ല. അപ്പൊ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള സെറ്റപ്പ് തന്നെയാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കൊണ്ടുവരാറുള്ളത്. ഇത്തവണയും വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. S21 അൾട്ര എന്ന് പറയുന്ന ഫോൺ വേറെ ലെവൽ ഫോൺ തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യം എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. നേരെ വീഡിയോ. ഹായ്, അപ്പോൾ പുതിയ സീരീസിൽ സാംസങ് ഇറക്കിയിരുന്ന 3 ഫോണുകളാണ് S21 അൾട്ര, S21 പ്ലസ്, S21. ഏറ്റവും കുറഞ്ഞ മോഡലാണ് S21. എന്തായാലും ഈ 3 ഫോണുകളിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ടോപ്പ് ഫീച്ചർ റിച്ച് ആയ ഫോൺ എന്ന് പറയുന്നത് S21 അൾട്ര തന്നെയാണ്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ച് വരുന്ന ഒരു വലിയ ക്വാഡ് HD AMOLED ഡിസ്പ്ലേ 120 Hz റീഫ്രഷ് റേറ്റ് ആണ്. സോ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള സംഗതികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. IP68 വാട്ടർ സെൻസ് സംവിധാനങ്ങളുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് തന്നെയാണ്. സ്ക്രീനിന്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് കാണാം. വളരെ തിന്നായ വളരെ ചെറിയ ബസിൽസോട് കൂടിയ ഒരു ഫുൾ സ്ക്രീൻ പോലെയുള്ള ഒരു ഫോൺ തന്നെയാണ്. ഒരു ഫുൾ സ്ക്രീൻ തന്നെയാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിയർ സൈഡിലെ ക്യാമറ മോഡ്യൂളൊക്കെ നമ്മൾ ലീക്സിൽ കണ്ട പോലെ തന്നെ ഇത്തിരി വ്യത്യസ്തമായ ആ ബോഡിയോട് മെർജാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ക്യാമറ മോഡ്യൂളിന് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് ക്യാമറ ഫോണാണ്. റിയർ സൈഡ് മാറ്റ് ഫിനിഷ് ആണ്. സോ ഒരു നല്ല അട്രാക്റ്റീവായ ഡിസൈനും ഒരു ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേയും 1500 ബ്രൈറ്റ്നസ് അടക്കം ഒരു ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേയുമാണ് ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ Exynos 5nm പ്രോസസ്സറാണ് ഇവർ വെക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ US പോലുള്ള കൺട്രീസിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 സെയിം 5nm തന്നെയാണ്. അത് സ്നാപ്ഡ്രാഗൺ 888 ആയിരിക്കും. പുറമേക്ക് വരുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് Exynos പ്രോസസർ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അവരുടെയും 5nm പ്രോസസ്സർ തന്നെയാണ്. സോ ഒരു ബെസ്റ്റ് പവർഫുൾ ആയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 5G പ്രോസസറാണ് അവർ അതിനകത്ത് ഉൾപ്പെടുന്നത്. സോ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് നമുക്ക് ആ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യാം. റാം സ്റ്റോറേജിന്റെ കാര്യത്തിൽ ഇത്തിരി അപ്ഗ്രേഡ് ചെയ്തിട്ട്, കാരണം മുമ്പ് നമുക്ക് 8GB 12GB ഒക്കെ ആണെങ്കിൽ ഇവിടെ 12GB ആണ് ബേസ് വേരിയന്റ്. 16GB റാം ആണ് കൂടിയ മോഡലിന് കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ റാം ഉള്ള ഫോണുകളിൽ ഒന്നാണ് സാംസങ്ങിന്റെ S21 അൾട്ര എന്ന് പറയുന്നത്. 12GB 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. 16GB ആണെങ്കിൽ 512GB സ്റ്റോറേജും വരും. എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് ഓപ്ഷൻ ഒന്നും ഇതിന്റെ ഒപ്പം വരുന്നില്ല. ബട്ട് ഈ ഒരു സെറ്റപ്പ് തന്നെ ധാരാളമാണ്. 256GB അല്ലെങ്കിൽ 512GB എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയി അതിനകത്ത്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും കൊടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 തന്നെ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ഒരു ഡിവൈസിൽ S Penനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞിരുന്നു. തോന്നുന്നു കഴിഞ്ഞ S20 സീരീസ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു S21 വരുമ്പോൾ അതിനകത്ത് S Penന്റെ സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഈ ഡിവൈസ് S Pen സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് തന്നെയാണ്. അപ്പോൾ S Penന്റെ സപ്പോർട്ട് S21 ഫോണുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. S21 അല്ല, 1 അൾട്ര എന്ന് പറയുന്ന ഫോണിലാണ് അവൈലബിൾ. S21 1 പ്ലസ് ആ ഫോണുകളിലില്ല. ഈ അൾട്ര ഫോണിന്റെ ഒപ്പമാണ് ഈ S Penന്റെ സപ്പോർട്ട് വരുന്നത്. പക്ഷെ അത് വെക്കാനുള്ള നമ്മുടെ നോട്ട് സീരീസിലുള്ള പോലെ ഒരു സ്ലോട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ ഒരു കേസ് വാങ്ങിക്കുക. ആ കേസിനകത്തേക്ക് ഈ പെന്നും എക്സ്ട്രാ വാങ്ങിക്കുക. ആ കേസിലായിരിക്കും പെന്ന് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുക. സോ പെന്നും കേസും ഒക്കെ എക്സ്ട്രാ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത് ഫോണിന്റെ ഒപ്പം കൊണ്ടു നടക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ S Pen സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ ഈ ഫോൺ കൊണ്ടു നടക്കാം. സോ നമ്മുടെ നോട്ട് സീരീസ് പോലെ അതിന് പകരം വെക്കാവുന്ന ഒരു സെറ്റപ്പ് എന്ന രീതിയിൽ പേന അടക്കമല്ല ഈ ഒരു ഫോൺ വരുന്നത്. അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടുന്ന സെപ്പറേറ്റ് ആക്സറീസ് ആണ്. ആക്സറീസിലൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോണിൽ അതിനുള്ള സ്ലോട്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാനുള്ളത്, നോട്ട് സീരീസിലെ S Pen ആണെങ്കിൽ നമുക്ക് അവിടെ ബ്ലൂടൂത്ത് സംവിധാനങ്ങളും ജസ്റ്റർ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊരു എക്സ്ട്രാ പൈസ കൊടുത്ത് ഒരു S Pen വാങ്ങിച്ചാൽ നോട്ട് എഴുതുന്ന പോലെ ഇതിനകത്തും എഴുതാം. അത്തരത്തിലുള്ള നോർമൽ ഫീച്ചേഴ്സേ കിട്ടുള്ളൂ. ബ്ലൂടൂത്ത് സംവിധാനങ്ങളോ ജസ്റ്റർ കൺട്രോളുകളോ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടില്ല. സോ ഒരു ഫുൾ പവറുള്ള ആ ഒരു നോട്ട് സീരീസിലെ ഒരു പെന്നിന്റെ പവർ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. പിന്നെ ഇതിന് നിങ്ങൾ ഈ ഫോണിനകത്ത് സ്ലോട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ കേസ് വാങ്ങിച്ച് ആ കേസിന്റെ ഒപ്പം ആയിരിക്കും ഈ ഒരു പെന്ന് വെക്കേണ്ടി വരിക. അപ്പോൾ എന്തായാലും ഇതിനകത്ത് S Penന്റെ സപ്പോർട്ട് എന്തായാലും വരുന്നുണ്ട്. അൾട്ര വെർഷനിൽ S21 പ്ലസിലോ അത് വരുന്നില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, അതിന്റെ ഒപ്പം തന്നെ 10 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ്, പിന്നെ ഒരു 10 മെഗാ പിക്സലിന്റെ വേറൊരു സെയിം ടെലിഫോട്ടോ ലെൻസ് തന്നെ വേറെയും വെച്ചിട്ടുണ്ട്. സോ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ഫ്രണ്ടിലാണെങ്കിൽ 40 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. ഈ രണ്ട് ക്യാമറകളിലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മെയിൻ ക്യാമറയിലാണെങ്കിൽ 8K വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് 24 ഫ്രെയിം പെർ സെക്കൻഡിൽ. സോ ക്യാമറയുടെ കാര്യത്തിൽ എല്ലാം ഒരു മാക്സിമം ക്വാളിറ്റി ലെവൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ക്വാളിറ്റിയൊക്കെ റിവ്യൂസ് കണ്ടു നോക്കി ചെക്ക് ചെയ്യാം.
ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് മെയിൻ അൾട്രാ വെർഷന്റെ ഒപ്പം വരുന്നത്. ഈ ഒരു ബാറ്ററിയുടെ ഒപ്പം 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഉൾപ്പെടുന്നത്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. സോ ഒരു ഫുള്ളി പവേർഡ് ഫോൺ തന്നെ പറയാം. സോ ടോട്ടലി ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫോൺ അടിപൊളി ആയിട്ടുണ്ട്. ഈ ഒരു ചാർജർ കൂടി ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കുന്നതിൽ വലിയ വിരോധമൊന്നും ആർക്കും ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവർ ഒഴിവാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് എത്രയാണ്? ഈ ഒരു ലെവലിലേക്ക് ഉയർത്തുമ്പോൾ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു കാണിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 GB റാം 256 GB സ്റ്റോറേജിന് 1,05,999 1,06,000 രൂപയാണ് വരുന്നത്. 16 GB 512 GB സ്റ്റോറേജിനാണെങ്കിൽ 1,16,999 1,17,000 രൂപയാണ് അപ്പോൾ വരുന്നത്. സോ ഇതാണ് ഇതിന്റെ പ്രൈസിങ്. S21 Ultra എന്ന ഫോണിന്റെ പ്രൈസിങ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറഞ്ഞ വേരിയന്റായ S21 വരാം. S21 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അൾട്രയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അൾട്രയുടെ പ്രൈസ് 1,00,000 മുകളിലാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് 70,000 രൂപയിലാണ് നിൽക്കുന്നത്. സോ നല്ല ഡിഫറൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ഡിസൈനിലെ റിയർ സൈഡ് പാനൽ നോക്കിയാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അവരുടെ ഗ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഗ്ലാസ് ഡിസൈനോ മാറ്റ് ഫിനിഷോ ഇല്ല. മാറ്റ് ഫിനിഷ് ഉണ്ട്, പക്ഷെ അത് ഗ്ലാസ്റ്റിക്കും പേരാണ് മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ക്വാഡ് HD ഇല്ല. ബാക്കി റിഫ്രഷ് റേറ്റും ആമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബട്ട് ക്വാഡ് HD അല്ല, വെറും ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഡിസൈൻ വൈസ് ഒക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. ബാറ്ററി 4000 mAh ഉള്ളൂ. ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനങ്ങൾ സെയിം ആണ് വരുന്നത്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ 2 12 മെഗാപിക്സൽ ക്യാമറ അടക്കം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അപ്പോൾ ഈ S21 എന്ന ഫോണിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് 11 ബാക്കി 5 എക്സിനോസ് പ്രോസസർ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 US കിട്ടും. ഇതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് വരുന്നത്, അൾട്ര പോലെ തന്നെ. ബട്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് S21 Ultrയിൽ നിന്നും S21 വരുന്നുണ്ട്. 1 വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. അവിടെ നമുക്ക് ക്വാഡ് HD ഇല്ല. S21 ക്വാഡ് HD വരുന്നില്ല. റിയർ പാനൽ പക്ഷേ S21 പോലെ ഗ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ഉള്ള ഗ്ലാസ് തന്നെയാണ്. 4000 mAh ബാറ്ററിയാണ് S21 ഉള്ളതെങ്കിൽ ഇതിൽ 4800 mAh ബാറ്ററി ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്, S21 പോലെ തന്നെയാണ്. സോ പ്രൈസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുമ്പോൾ അതേപോലെ തന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ S21 പ്രൈസ് എന്ന് പറയുന്നത് 8 GB റാം 128 GB സ്റ്റോറേജിന് 69,999 അല്ലെങ്കിൽ 70,000 രൂപയാണ്. 8 GB റാം 256 GB സ്റ്റോറേജിന് 74,000 രൂപയാണ്. S21 പ്ലസ് മോഡലിനാണെങ്കിൽ 8 GB റാം 128 GB സ്റ്റോറേജിന് 82,000 രൂപയാണ്. 8 GB റാം 256 GB സ്റ്റോറേജിനാണെങ്കിൽ 86,000 രൂപയാണ്. സോ ഇതാണ് ഇതിന്റെ പ്രൈസിങ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഓക്കെയാണ്. എക്സൈറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല പ്രൈസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ ഉള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് പ്രീ ഓർഡർ ആരംഭിക്കുന്നത് 25-ാം തീയതിയാണ്. 29-ാം തീയതി വരെ സമയമുണ്ട് പ്രീ ഓർഡർ ചെയ്യാൻ. എന്തായാലും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിക്കാം. ഓൾറെഡി S20 സീരീസ് കയ്യിലുള്ളവരാണെങ്കിൽ S21 സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക. കാരണം അത്ര ഒരു അത്യാവശ്യം ഇല്ല എന്നാണ് എനിക്ക് സ്പെക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും.